ഹായ് എല്ലാവർക്കും നമസ്കാരം. ദി ആർട്ട് ഓഫ് ലേണിംഗ് അഥവാ പഠനത്തിന്റെ കല എന്ന പുസ്തകത്തിൽ നിന്നുള്ള വളരെ പവർഫുള്ളായ 5 പാഠങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഏത് കാര്യവും എങ്ങനെ അടിപൊളിയായി പഠിച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാമല്ലേ? ഇങ്ങനെയൊരു ഫീൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മളെല്ലാം ഈ ഒരവസ്ഥയിലൂടെ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? എത്രയൊക്കെ ശ്രമിച്ചിട്ടും മുന്നോട്ടു പോകാൻ പറ്റാതെ ഒരിടത്ത് സ്റ്റക്കായതുപോലെ. ഇത് പഠനത്തിലായാലും ജീവിതത്തിലായാലും സാധാരണയായി സംഭവിക്കുന്ന ഒന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ പോലെ തോന്നാമല്ലേ? പക്ഷേ ശരിക്കും ഏതൊരു കാര്യത്തിലും ഒരു മാസ്റ്ററാകാനുള്ള വഴി നമ്മൾ പഠനത്തെ കാണുന്ന രീതി മാറ്റുന്നതിലാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ രഹസ്യം നമ്മുടെ ടാലൻ്റ് അല്ല, മറിച്ച് പഠനത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഇതാണ് ആ ഒരു കീ ഷിഫ്റ്റ്. അതായത് കഴിവുകളൊക്കെ നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്നതാണെന്ന് വിശ്വസിക്കുന്നതിന് പകരം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ എന്തും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 പ്രധാനപ്പെട്ട ലെസൺസിലേക്ക് കടക്കാം. എങ്ങനെ നമ്മുടെ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യാം, പിന്നെ തോൽവികളുടെ വില എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാം. ഇതൊരു പവർഫുൾ ഐഡിയയാണ് അല്ലേ? ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ജയങ്ങളായിരിക്കില്ല, മറിച്ച് നമ്മുടെ തോറ്റുപോയ കളികളായിരിക്കും. ആ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ശരിക്കും വളരുന്നത്. ഈ 2 ആറ്റിറ്റ്യൂഡ്സും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒരിടത്ത് റിസൾട്ട് മാത്രം നോക്കുന്നു, അവിടെ ചെറിയ തോൽവികൾ പോലും നമ്മളെ തളർത്തും. മറുഭാഗത്ത് നമ്മൾ പ്രോസസ്സിലാണ് ശ്രദ്ധിക്കുന്നത്, അവിടെ ഓരോ വെല്ലുവിളിയും പുതിയ പാഠങ്ങളാണ്. വെറും ട്രോഫികൾക്ക് പിന്നാലെ പോകുന്നതിനേക്കാൾ പഠിക്കുന്നതിലും നമ്മുടെ എഫേർട്ടിലും ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്ന ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ് മൈക്കിൾ ജോർഡൻ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്റെ കരിയറിൽ എത്രയോ ഗെയിം വിന്നിംഗ് ഷോട്ടുകൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ലെജൻഡാക്കിയത് ആ ഷോട്ടുകൾ എടുക്കാനുള്ള ധൈര്യമാണ്, ജയിച്ചാലും തോറ്റാലും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 2 പാഠങ്ങളിലേക്ക് പോകാം. ലോകത്തിലെ ബെസ്റ്റ് പെർഫോമേഴ്സ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റെസ്റ്റിന്റെ പ്രാധാന്യമെന്നാണ് നോക്കാം. ഇൻറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു മാജിക് പോലെ തോന്നാം അല്ലേ? പക്ഷേ അങ്ങനെയല്ല. നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ആദ്യം ഗിയർ മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക് ആവും. അതാണ് ഇൻറ്റ്യൂഷൻ. ബേസിക് കാര്യങ്ങൾ അത്രയ്ക്ക് ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുപോലും വേണ്ടിവരില്ല. അപ്പോൾ ഈയൊരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെ ടോപ്പിലെത്തിക്കുന്നത് എന്തെങ്കിലും സീക്രട്ട് ടെക്നിക്കുകളല്ല, മറിച്ച് വളരെ ബേസിക്കായ കാര്യങ്ങളിൽ നമുക്കുള്ള ആഴത്തിലുള്ള അറിവും കഴിവുമാണ്. പക്ഷേ നന്നായി പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും വർക്ക് ചെയ്യുക എന്നല്ല അർത്ഥം. റെസ്റ്റും അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമാണിത് അല്ലേ? ടോപ്പ് പെർഫോമേഴ്സ് എപ്പോഴും ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കും. എന്തിനാണെന്നോ, നല്ല പ്രഷറുള്ള സമയങ്ങളിൽ കൂളായിരിക്കാൻ അതവരെ സഹായിക്കും. അങ്ങനെ ടെൻഷൻ വരുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആകാൻ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു സൂപ്പർ പവർ തന്നെയാണ്. ശരി, ഇനി നമ്മുടെ അവസാനത്തെ പാഠത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം, അതായത് മെന്റൽ ടഫ്നെസ്. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ കൂളായിട്ട് നിൽക്കാം. അപ്പോൾ റൂൾസ് ഒന്നും പാലിക്കാതെ കളിക്കുന്ന എതിരാളികളെ നമ്മൾ എന്തു ചെയ്യും? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ചിലപ്പോൾ ഒരു കോമ്പറ്റീറ്റർ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആവാം. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ നമുക്ക് ദേഷ്യവും നിരാശയും ഒക്കെ വരുമ്പോൾ അതിനെ ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റാൻ ഒരു 4 സ്റ്റെപ്പ് സ്ട്രാറ്റജിയുണ്ട്. 1, നിങ്ങളുടെ ഫീലിംഗ്സിനെ അംഗീകരിക്കുക, അതിനെ ഒളിച്ചുവെക്കരുത്. 2, ഓർക്കുക, നിങ്ങളുടെ റിയാക്ഷനാണ് പ്രധാനം. 3, ആ എനർജി എടുത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. 4മത്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരെ നിങ്ങളുടെ ഏറ്റവും നല്ല ടീച്ചേഴ്സായി കാണുക. കാരണം അവരാണ് നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം തിയറി സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് ഇന്ന് മുതൽക്ക് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രാക്ടിക്കൽ കാര്യത്തിലേക്ക് വരാം. യെസ്, മെഡിറ്റേറ്റ് ചെയ്യുക. വീണ്ടും പറയുന്നു, മെഡിറ്റേറ്റ് ചെയ്യുക. ഒരു ശാന്തമായ ഫോക്കസ്ഡായ മനസ്സിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ട്രെയിനിങ് ആണിത്. അതിനായി ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതാ ഒരു 2 മിനിറ്റ് മൈൻഡ് റീസെറ്റ്. സ്റ്റെപ്പ് 1, ശാന്തമായ ഒരിടത്ത് 2 മിനിറ്റ് ഇരിക്കുക. സ്റ്റെപ്പ് 2, നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 3, മനസ്സ് പലയിടത്തേക്കും പോകുമ്പോൾ ടെൻഷനാവാതെ പതിയെ അതിനെ വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അത്രയുള്ളൂ. ഇതാർക്കും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഈയൊരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. ഈ ആഴ്ച നിങ്ങൾ പഠിക്കാൻ പോകുന്ന പരാജയം ഏതാണ്? ഈ പാഠങ്ങൾ വെറുതെ കേട്ടുപോകാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്ന് പ്രയോഗിച്ചു നോക്കൂ. തോൽവികളെ പുതിയൊരു കണ്ണിലൂടെ കാണാൻ ശ്രമിക്കൂ.